പ്രിയ സുഹൃത്തുക്കൾക്ക് മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 18-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതാ ആ അമ്മയും മകനും OTTയിലൂടെ നിങ്ങളുടെ അരികിലേക്ക്. പ്രേക്ഷകരുടെ നീണ്ട നാളത്തെ ചോദ്യത്തിന് വിരാമമിട്ടുകൊണ്ട് ഇതാ ബാലന്റെ OTT സ്ട്രീമിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിദംബരത്തിന്റെ സംവിധാനത്തിലൊരുങ്ങി വളരെയധികം പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ മൂവിയാണ് ബാലൻ. മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന മൂവി ആയതുകൊണ്ട് പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ സിനിമ തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തത്. കാണാതായ അമ്മയെ തേടിയുള്ള ഒരു കൗമാരക്കാരന്റെ ജീവിതകഥയാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ടോവിനോ തോമസ്, ജീൻ പോൾ ലാൽ, അഭിരാം രാധാകൃഷ്ണൻ, ഗിരീഷ് എഡി എന്നിങ്ങനെയുള്ളൊരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി ഇതിനോടകം ഇടം പിടിച്ച ബാലന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം 31 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതാ പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ചിന്ന ചിന്നാസെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. വാരണാസിയുടെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. വർഷ വാസുദേവ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടൂർ സംഘത്തിൽ നിന്നും വേർപെട്ടു പോയ നായിക ലീനയും മറ്റൊരു വ്യക്തിയും തമ്മിൽ വാരണാസിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ ഒരു പ്രത്യേക അടുപ്പം രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ ഫീൽ ഗുഡ് റൊമാന്റിക് ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 28 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു സ്പാനിഷ് സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ഹിഡൻ മർഡർ. ഒരു ക്ലാസിക് സൈക്കോളജിക്കൽ ത്രില്ലർ ശൈലിയിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ സിനിമയിൽ ആര് പറയുന്നതാണ് സത്യമെന്ന് പ്രേക്ഷകരെ കുഴപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിലും OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ കോമഡി ഫാന്റസി ചിത്രമാണ് സീക്രട്ട് ഓഫ് കലിംഗ. കോളേജ് സ്ഥിതി ചെയ്യുന്നത് പഴയ കലിംഗ രാജ്യത്തിന്റെ ഭൂമിയിലാണ്. അവിടുത്തെ ഒരു കിണറ്റിൽ നൂറ്റാണ്ടുകളായി തടവിലാക്കപ്പെട്ട ഒരു രാജകുമാരിയുടെ ആത്മാവിനെ ഒരു പുതുവർഷ രാവിൽ വിദ്യാർത്ഥികൾ യാദൃശികമായി ഈ കിണറിന്റെ സീൽ പൊട്ടിക്കുന്നു. അതോടെ ആത്മാവ് മോചിപ്പിക്കപ്പെടുകയും ഇതിലൂടെ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സനീഷ് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ അൽതാഫ് സലീം, മാളവിക മേനോൻ, റിയാസ് ഖാൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു കൊറിയൻ ആക്ഷൻ ത്രില്ലർ സീരീസ് ആണ് എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് സീസൺ 2. പഴയ സീസണിലെ പോലെ തന്നെ ഹൈ വോൾട്ടേജ് ആക്ഷൻ രംഗങ്ങളും മികച്ച കഥയുമാണ് സീസൺ 2 എത്തുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ മാസം 22 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു മലയാളം മൂവിയാണ് കാട്ടാളൻ. പോൾ ജോർജ് എഴുതി സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പേപ്പെ പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കാട്ടാളൻ. തെന്നിന്ത്യൻ താരങ്ങളായ സുനിൽ, കബീർ ദുഹാൻ സിംഗ്, തുഷാര വിജയൻ ഇവരെ കൂടാതെ ജഗദീഷ് സിദ്ദിഖ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പ്രേക്ഷകരുടെ നിരന്തരമായ റിക്വസ്റ്റിന് മറുപടിയായി ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഇതുവരെ ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി റൊമാന്റിക് ഡ്രാമ ചിത്രമാണ് എക് ദിൻ. സായ് പല്ലവി, ജുനൈദ് ഖാൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് സുനിൽ പാണ്ഡെയാണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. പ്രേക്ഷകരുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം പള്ളിച്ചട്ടമ്പി സോണി ലിവിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസിനെ കൂടാതെ കയാദു ലോഹർ, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ്, സുധീർ കരമന എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സോണി ലിവിലൂടെ ജൂലൈ മാസം 24 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് റൊമാന്റിക് ആന്തോളജി സിനിമയാണ് വോവൽസ്. 5 വ്യത്യസ്ത സംവിധായകർ ചേർന്നൊരുക്കിയ ചിത്രത്തിൽ 5 വ്യത്യസ്ത പ്രണയകഥകളാണ് പറയുന്നത്. യുഗി സേതു, ചിന്നി ജയന്ത്, രാജ് അയ്യപ്പ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ആഹ OTT പ്ലാറ്റ്ഫോമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ലെനിൻ. അഖിൽ അക്കിനേനി, ഭാഗ്യശ്രീ ബോഷ്സെ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ റൂറൽ ആക്ഷൻ ഡ്രാമ ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് കിഷോർ അംബുരിയാണ്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം 14 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് റെഡി ഓർ നോട്ട് 2 ഹിയർ ഐ കം. റെഡി ഓർ നോട്ട് 2ന്റെ സെക്കൻഡ് പാർട്ടായ ഈ സിനിമയിൽ തലയിറക്കലുകളും ചോരപ്പുഴകളും നിറഞ്ഞ അതിക്രൂരമായ ആക്ഷൻ രംഗങ്ങളും അതോടൊപ്പം ഡാർക്ക് കോമഡി നിറഞ്ഞതാണ് ഈ ചിത്രം. ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടായ റെഡി ഓർ നോട്ട് 2ൽ ലേ ഡോമാസ് കുടുംബത്തിന്റെ മാരകമായ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട നായിക ഗ്രേസ് ഭീകരമായ അടുത്ത തലത്തിലേക്ക് എത്തുന്നതാണ് ഈ സെക്കൻഡ് പാർട്ടിന്റെ പ്രധാന കഥാപശ്ചാത്തലം. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.